എല്ലാവർക്കും നമസ്കാരം. ജൻസിയുടെ ദേശവും എഴുത്തും എന്നതാണ് നമ്മുടെ വിഷയം. ഇപ്പോൾ ജൻസിയുടെ ഒരു സെഷൻ കഴിഞ്ഞേ ഉള്ളൂ. വീണ്ടും ജൻസി തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. ഇപ്പോൾ ദേശം എപ്പോഴും എഴുത്തുകാരനെ നിർണയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാൻ കഴിയും, കൂടല്ലൂരിൻ്റെ എഴുത്തുകാരൻ, മയ്യഴിയുടെ എഴുത്തുകാരൻ, അതല്ലെങ്കിൽ കാട്ടൂർക്കടവിൻ്റെ എഴുത്തുകാരൻ, അങ്ങനെ എഴുത്തുകാർക്കൊരു ദേശം കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ സാഹിത്യത്തിലുണ്ട്. ഇപ്പോഴും അത്തരം സമ്പ്രദായങ്ങൾ തുടരുന്നുണ്ട്. ഇനി എൻ്റെ എഴുത്ത് ദേശങ്ങളിൽ നിന്നെല്ലാം മുക്തമാണെന്ന് പറയുന്ന എഴുത്തുകാരിലും ദേശം അതിയായി കടന്നു വരുന്നുണ്ട് എന്നാണ്. ഏതെങ്കിലും ഒരു രീതിയിൽ, ഒന്നുകിൽ വാക്കുകളായോ ഭാഷയായോ അതല്ലെങ്കിൽ വസ്ത്രധാരണമായോ ഭക്ഷണമായോ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ദേശത്തിൻ്റെ അടയാളമായി എല്ലാ എഴുത്തുകാരുടെ എഴുത്തിലും കടന്നു വരുന്നുണ്ട്. ഏറ്റവും പുതിയ കാലത്തെ ജെൻസെഡ് എന്ന് പറയാവുന്ന സാങ്കേതിക വളർന്നിട്ടുള്ള സൂമിങ് ആയിട്ടുള്ള ജനറേഷനിലും അവരെഴുതുമ്പോഴും തീർച്ചയായിട്ടും അവരവരുടേതായ ദേശത്തിൻ്റെതോ ചിലപ്പോൾ മറ്റേതെങ്കിലുമൊക്കെ ദേശത്തിൻ്റെയോ അടയാളങ്ങൾ കടന്നു വരുന്നുണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മളോടൊപ്പമുള്ള 3 പേരും ദേശത്തിലെ മനുഷ്യരെ, അവരുടെ ഭാഷയെ, ചരിത്രത്തെയൊക്കെ ആവോളം എഴുതിയിട്ടുള്ള ആളുകളാണ്. എനിക്ക് തോന്നുന്നു ജിംഷാറിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. കവിയിൽ നിന്നും നോവലിസ്റ്റിലേക്കും കഥാകൃത്തിലേക്കും എത്തിയ ഒരു എഴുത്ത് ജീവിതമാണ് ജിംഷാറിൻ്റേത്. ജിംഷാറിൻ്റെ കൃതികൾ വായിക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുള്ളത് അധികാര വ്യവസ്ഥിതിയോടുള്ള, സാമൂഹികമായ ചില പ്രശ്നങ്ങളോടുള്ള പ്രതിഷേധവും പ്രതിരോധവുമായിട്ടാണ് എഴുത്തുകൾ. അതുകൊണ്ട് ജിംഷാറിൻ്റെ കൃതികളിലെ മനുഷ്യരെല്ലാം സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ സ്വതന്ത്രമായ വിഹായസിലേക്ക് പറക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരും അങ്ങനെ ഒരു ദേശവുമാണ് എന്നതാണ്. അപ്പോൾ ഒരു ഏറ്റവും പുതിയ കാലത്ത് നിന്നുകൊണ്ട് അത്തരം ദേശത്തെ, മനുഷ്യരെ ആവിഷ്കരിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഴുത്തനുഭവ ലോകം എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാമെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, ഈ എഴുത്തിൻ്റെ ദേശം എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ സങ്കീർണമാണ്. അതായത് ഓരോ കഥക്കനുസരിച്ചാണ്, അല്ലെങ്കിൽ എഴുതുന്ന പ്ലോട്ടിനനുസരിച്ചാണ് ദേശം രൂപപ്പെടുന്നത്. ആഖ്യാനത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ദേശം കടന്നു വരുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യത്തെ നോവൽ ഭൂപടത്തിൽ നിന്ന് കുഴിച്ചെടുത്ത കുറിപ്പുകൾ ഒരു ദേശത്തിൻ്റെ 100 വർഷത്തെ ചരിത്രം പറയുന്ന ഒരു നോവലാണ്. ആ ദേശം എന്ന് പറയുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു ദേശമാണ്. അതെൻ്റെ ദേശം മാത്രമല്ല, അത് MTയുടെ ദേശമായിരുന്നു, അത് ഉറൂബിൻ്റെ ദേശമാണ്, അത് OV വിജയൻ്റെ ദേശമാണ്. അതായത് ഭാരതപ്പുഴയുടെ തീരത്ത് ഉള്ള ദേശത്തെക്കുറിച്ചാണ് അത് എഴുതപ്പെട്ടത്. അത് പാലക്കാട് മുതൽ പിന്നെ പൊന്നാനി വരെ നീളുന്ന പഴയ എഴുത്തിൻ്റെ പൊന്നാനി കളരി എന്ന് പറയുന്ന ഒരു ദേശമായിട്ടാണ് അത് രൂപപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ദേശത്തെക്കുറിച്ച് എഴുതാൻ തന്നെ കാരണം എന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ നേരത്തെ മറ്റേ ബിനീഷ് പറഞ്ഞ പോലെ എൻ്റെ കൂടെ എഴുതിയിരുന്ന ആളുകളൊക്കെ നന്നായി ചെറുകഥകൾ എഴുതുമായിരുന്നു. സുഹൃത്തുക്കൾ അസൂയ വരുത്തുന്ന തരത്തിൽ ചെറുകഥ എഴുതുന്ന സുഹൃത്തുക്കളുണ്ടായിരുന്നു. അബിൻ ജോസഫ്, അജിജേഷ് പച്ചാട്ട്, ലിജിഷ എട്ടി. അപ്പോൾ ഇവരൊക്കെ നന്നായി ചെറുകഥകൾ എഴുതുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി പിടിച്ചതാണ്. എൻ്റെ അറിവിൽ ഇവരാരും നോവലിൽ ട്രൈ ചെയ്തിട്ടില്ല. നോവൽ എഴുതാൻ കുറച്ചധികം സമയം എടുക്കുന്നുണ്ട്. ഉമ്മാർ നന്നായിട്ട് കഥ എഴുതുന്നുണ്ട്. എന്നാൽ നോവൽ എഴുതി കഴിഞ്ഞാൽ ഈ കഥയല്ലേ നിങ്ങൾ എഴുതിയിട്ടുള്ളൂ, ഞാൻ നോവൽ എഴുതിയിട്ടുണ്ടാ എന്ന് പറയാം എന്നുള്ള ഒരു ഇതിൽ ഒരു നോവൽ എഴുതാനിരുന്നു. അതിന് ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ റെഫറൻസായിട്ട് നാട്ടിലെ തണ്ണീർക്കോട് എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന പ്രദേശത്തെ വായനശാലയുടെ സുവനീർ കിട്ടി. ആ സുവനീറിൽ ആ നാട്ടിലെ 10-100 വർഷത്തെ ചരിത്രവും മിത്തും എല്ലാം ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു, ആ സാധനം എടുത്തിട്ട് എൻ്റേതായ രീതിയിൽ ആവിഷ്കരിച്ചു. അപ്പോൾ ഉള്ളൊരിതെന്ന് പറഞ്ഞാൽ OV വിജയൻ ആയിക്കോട്ടെ, പിന്നെ MT ആയിക്കോട്ടെ, ഉറൂബ് ആയിക്കോട്ടെ, ഈ ഞാൻ എഴുതാൻ ഉദ്ദേശിച്ച പ്രദേശത്തെ ഏറ്റവും നന്നായി ലിറ്ററേച്ചറിൽ അടയാളപ്പെടുത്തിയ 3 മനുഷ്യരാണ്. ഇവർ പറഞ്ഞ ദേശമാണ് എനിക്കും പറയാനുള്ളത്.
കുമരനെല്ലൂർ, പിന്നെ എടപ്പാള്, പട്ടാമ്പി, കൂറ്റനാട്, പാലക്കാട്. അപ്പോൾ ഇത് എങ്ങനെ പറയുന്നു ചോദിച്ചപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പുകളുടെ രൂപത്തിൽ വളരെ ചെറുതായിട്ട് 100 വർഷത്തിൻ്റെ നാടിൻ്റെ ചരിത്രം ഞാനൊരു 100 പേജിൽ പറയും. ഇതാണ് എൻ്റെ ടാസ്ക്. ഈ ടാസ്കിൽ എഴുതാൻ വേണ്ടിയിട്ട് ഈ ഒരു ശ്രമം നടത്തിയത് വിജയിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് എഴുത്തിലേക്കൊരു എൻട്രി ഉണ്ടാവുന്നത്. ഈ തുടർച്ച എനിക്ക് തോന്നുന്നു ജെൻസി മാത്രമല്ല, പഴയ എഴുത്തുകാർക്കും പുതിയ എഴുത്തുകാർക്കും എല്ലാവർക്കും അവരവർ ജനിച്ച ദേശം, അവരുടെ പിറന്ന ദേശം, വളർന്ന ദേശം, ഇതൊക്കെ ഒരു ഒബ്സഷനായിട്ട് കഥയിലും നോവലിലൊക്കെ കടന്നു വരാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മടുക്കും. ഇപ്പം എത്ര വെച്ചിട്ടാണ് നമ്മളെ നാട്ടിലെ കഥയും നമ്മളെ കഥയും പിന്നെ നമ്മളെ പരിസരത്തുള്ള കഥയൊക്കെ എഴുതുന്നത്. ഇത് ഭയങ്കര വായനക്കാരന് ചിലപ്പോൾ ചോദിക്കും, നിൻ്റെ പേഴ്സണൽ കാര്യം എനിക്കറിഞ്ഞിട്ട് എന്തടേ, നീ കഥ പറ, നിനക്ക് പറയാനുള്ളതല്ല കഥാപാത്രങ്ങൾക്ക് പറയാനുള്ളത് പറ എന്ന് പറയുന്ന ഒരു ആങ്സൈറ്റി പയ്യെ നമ്മളെയും പിടികൂടും. അങ്ങനെ പിടികൂടുന്ന അവസരത്തിൽ ഈ ദേശത്തെ കുടഞ്ഞു കളയുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പ്രസിദ്ധീകരിക്കപ്പെട്ട നോവലറ്റ് ഷോഗോമൻ സെക്കൻഡ് ഒരു നിയോ നോയർ സിനിമ എന്ന് പറയുന്ന നോവലറ്റിനകത്ത് ദേശം പലതാണ്. ആ കഥ നടക്കുന്നത് 1-ാം ലോക മഹായുദ്ധകാലത്തെ പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കിയിൽ കഥ നടക്കുന്നുണ്ട്. 2030 അമേരിക്കയിൽ ആ കഥയുടെ ഒരു പോർഷൻ നടക്കുന്നുണ്ട്. ലക്ഷദ്വീപിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ പല ദേശങ്ങളിലായിട്ട് ആ കഥ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദേശം എന്നുള്ളത് തീർത്ത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഡിനുവിൻ്റെ കഥയിലേക്ക് വരുമ്പോൾ വ്ളാഡിമറിൻ്റെ ജനാല ഇന്ത്യയിൽ എവിടെയും സംഭവിക്കുന്ന ഒരു കഥയാണ്. അതിൻ്റെ ഭൂമിക എന്ന് പറയുന്നത് കുറേ കൂടിയൊക്കെ മാജിക്കൽ സ്പേസിൽ നിൽക്കുന്ന ഒരു റിയാലിറ്റി അല്ലാത്ത തരത്തിലുള്ള ഒരു സ്പേസിലാണ് ആ കഥ നടക്കുന്നത്. എന്നാൽ അത് റിയൽ ആണ് താനും. അപ്പോൾ അതിലെ ഭൂമിക ഈ പറയുന്ന പോലെ പ്രാദേശികം മാത്രമല്ല. ഇപ്പം കാവ്യയുടെ കഥയിൽ ഭാരതി ക്ലബ്, ആ കഥ ഒരേ സമയം പ്രാദേശികമായ ഒരു ക്ലബിൻ്റെ നടത്തിപ്പും അതിൻ്റെ അധികാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മത്സരവും അതിൻ്റെ ചുറ്റുപാടുമൊക്കെ വളരെ പ്രാദേശികമായിട്ട് അത് അവതരിപ്പിക്കപ്പെടുമ്പോഴും ആ കഥയുടെ ഉള്ളിലുള്ള ഭൂമിക എന്ന് പറയുന്നത് ഇന്ത്യയോ ഇന്ത്യൻ പാർലമെൻറ്റോ ആയി വായനയിൽ അനുഭവപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ കാലത്തെ പാരമ്പര്യ വായനയുടെ അളവുകോല് വെച്ചിട്ട് എഴുത്തിൻ്റെ ഭൂമിക ഇന്നതാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം എൻ്റെ സ്ലോലി എന്ന് പറഞ്ഞ കഥ സംഭവിക്കുന്നത് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് നടക്കുന്ന ഒരു പ്രണയ കഥയാണ്. അപ്പോൾ അതിൽ നായകൻ ഹേമന്ത് ഡൽഹിയിൽ പത്രപ്രവർത്തകനായിട്ട് ജീവിക്കുന്ന ഒരു മലയാളിയാണ്. നായിക കഥാപാത്രം പാകിസ്ഥാനിലെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയിലെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള ഒരു സ്ത്രീയാണ്, അരൂജ് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ഇവരെ ഒരിക്കലും കാണാതെ സ്ലോലി എന്ന് പറയുന്ന ഒരു കത്തെഴുത്ത് ആപ്പിലൂടെ പ്രണയിക്കുകയാണ്. അപ്പോഴും എൻ്റെ നായകൻ്റെ ദേശം ഞാൻ എടുക്കുന്നത് ആനക്കരയാണ്. അതായത് എനിക്ക് പരിചയമുള്ള എൻ്റെ സുഹൃത്തുക്കളുള്ള എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ നായകൻ്റെ ഒരു നാട് എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ആവിഷ്കരിക്കാൻ കഴിയുന്ന നാടായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതിൽ ലൈല കുൽസു എന്ന കഥാസമാഹാരത്തിൽ ആ കഥയുണ്ട്. അപ്പോൾ ആ കഥാസമാഹാരത്തിലെ അവതാരികയിൽ സി ഗണേഷ് മാഷ് പറയുന്നത് ആനക്കര എന്ന് പറഞ്ഞാൽ ഒട്ടും ഇളക്കമില്ലാത്ത കരയാണ്, മറ്റേ രാഷ്ട്രീയപരമായിട്ടുള്ള പിന്നെ വൈര്യങ്ങളിൽ ഒരു സെമിറ്റിക് മതത്തിൻ്റെ ചുവട് പിടിക്കുന്ന തരത്തിൽ ഇന്ത്യൻ ഭരണക്രമം ഒരു സംഘവൽക്കരിക്കപ്പെട്ട് ഒരു ഇലക്ട്രഡ് ഓട്ടോക്രസിയിലേക്ക് മാറുമ്പോൾ കേരളമാണ് ആകെ പ്രതീക്ഷയുള്ള തുരുത്തെന്നും ആ തുരുത്തിനെ വിശേഷിപ്പിക്കാനാണ് ആനക്കര എന്ന ദേശം നായകൻ്റെ ദേശമായത് എന്നുള്ളതാണ് വായനക്കാരൻ അല്ലെങ്കിൽ അവതാരിക എഴുതിയ സി ഗണേഷ് മാഷിൻ്റെ അഭിപ്രായം. അത് ബോധപൂർവം സംഭവിച്ചതല്ല. അതായത് ഞാൻ എൻ്റെ നായകൻ്റെ ദേശമായിട്ട് ആനക്കരയെ ഈ പറഞ്ഞ അർത്ഥത്തിൽ രൂപീകരിച്ചല്ല, എനിക്ക് എളുപ്പത്തിൽ ഒരു പേര് എന്നുള്ള രീതിയിൽ ആ ദേശത്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ്.
ഇത്രയാണ് എൻ്റെ ഒരു പ്രിലിമിനറി ആയിട്ട് പറയാനുള്ളത്. ദിനുവിൻ്റെ കഥകളുടെ കാര്യം ജിംഷാർ തന്നെ പറഞ്ഞു. പക്ഷേ എനിക്ക് ദിനുവിൻ്റെ കഥകളിൽ തോന്നിയിട്ടുള്ളൊരു പ്രത്യേകത, നമ്മൾ നവോത്ഥാന കാലത്തൊക്കെ ഉയർത്തിപ്പിടിച്ച ചില മൂല്യങ്ങൾ, അതല്ലെങ്കിൽ മാനവികത, വിശ്വമാനവികത എന്ന് പറയുന്ന, അതോടൊപ്പം തന്നെ ഇതര ചരാചരങ്ങളെ കൂടി ചേർത്ത് വെക്കുന്നൊരു ദേശം. ഇപ്പോൾ അതിലൊരു കാലിന് കടിച്ച് അട്ടയെപ്പോലും കൊല്ലാതെ ഇതെൻ്റെ ചോരയാണല്ലോ, അല്ലെ പേനിനെ കൊല്ലാതെ ഇതും എൻ്റെ ചോരയാണല്ലോ എന്ന് സ്നേഹത്തോടെ, സ്നേഹവായ്പോടെ സംസാരിക്കുന്ന മനുഷ്യർ, അത്തരം മനുഷ്യർ നിർമ്മിക്കുന്ന, അത്തരം മനുഷ്യർ പാർക്കുന്ന ദേശത്തെ എഴുതുന്ന ഈ ഒരു നമുക്ക് പുതിയ കാലങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അത്തരം കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാരിസ്ഥിതിക അവബോധവും അങ്ങനെയുള്ള മനുഷ്യരും, അങ്ങനെ ഇപ്പോൾ ലോകമയ തറവാട് തനിക്ക് ഈ പുലികളും പുഴുക്കളും കൂടി തന്നെ കുടുംബക്കാർ എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു കഥാപാത്രങ്ങളുടെ പ്രയാണവും ഒക്കെ അത്തരത്തിലുള്ളൊരു ദേശത്തെ അടയാളപ്പെടുത്താനുള്ള ശ്രമം എന്തുകൊണ്ടായിരുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ KLF-ൻ്റെ ഈ ഒരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനും അതിനവസരം ഒരുക്കുന്ന രീതിയിൽ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ച DC ബുക്സിനോടുള്ള സ്നേഹം അറിയിക്കുകയാണ്. ജൻസിയുടെ ദേശവും എഴുത്തും എന്നുള്ളതാണ് വിഷയം. ഇതിൽ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം, എൻ്റെ കഥകളിൽ മിക്കപ്പോഴും കയറി വരുന്ന ഇതര ചരാചരങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. മലയാളത്തിൽ ഇതര ചരാചരങ്ങളെ കേന്ദ്ര പ്രമേയമായി വെച്ചുകൊണ്ട് ഒരുപാട് കഥകൾ വന്നിട്ടുണ്ട്. സക്കറിയുടെ പ്രാണി കഥകൾ എന്ന് പറഞ്ഞിട്ടൊരു സമാഹാരം തന്നെയുണ്ട്. അപ്പോൾ എൻ്റെ കഥകളിൽ ഞാൻ ബോധപൂർവം ഏതെങ്കിലും ഒരു മനുഷ്യനല്ലാത്ത ഇതര ചരാചരങ്ങൾ, ജീവികളിലോട്ട് പ്രത്യേകമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാനൊരു കഥയും എഴുതാൻ വേണ്ടി അങ്ങനെ ശ്രമിച്ചതല്ല. എഴുത്ത് വഴികളിൽ നമ്മൾ എഴുതാനിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഭാഷ പോലെ അങ്ങനെ വന്നു ചേർന്ന അന്തരീക്ഷ സൃഷ്ടിയിലെ ചരാചരങ്ങളാണ് അതൊക്കെയെന്ന് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുഖ്യമായും മനുഷ്യൻ്റെ ഇമോഷൻസിനെ അല്ലെങ്കിൽ അവൻ്റെ പലതരം തോന്നലുകളെയൊക്കെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കഥകളിൽ മെയിനായിട്ട് ഈ രീതിയിലോട്ടേക്ക്. എൻ്റെ ആദ്യത്തെ കഥ പ്രാണത്തെ ഉദ്ദേശിച്ചുകൊണ്ട് വിനീഷേട്ടൻ സംസാരിച്ചു. അതിൽ ആ കഥ ഉണ്ടാവുന്നത് തന്നെ, അതായത് എൻ്റെ ഒരു ദേശം എന്ന് പറയുന്നത് ഒരു തേയിലക്കുന്നുകളൊക്കെ ഉള്ള അങ്ങനെയുള്ളൊരു പരിസരമാണ് എൻ്റെ വീടിരിക്കുന്ന സ്ഥലം. എൻ്റെ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഞാനത് എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ പുല്ല് വെട്ടാൻ പോകുന്ന ആൾക്കാരുടെ എപ്പോഴും അട്ട കടിക്കുന്നൊരു പതിവുണ്ട്. എൻ്റെ അമ്മേനൊക്കെ ഇഷ്ടംമാതിരി അട്ട അങ്ങനെ കടിക്കുന്നൊരു ഇതുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് അതിനെ കൊല്ലുകയാണ് ചെയ്യുക. അപ്പോൾ ഉപ്പൊക്കെ വെച്ചിട്ട് കൊല്ലും. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ പറഞ്ഞു വെക്കുന്നൊരു തോന്നലുണ്ട്. അതായത് നിൻ്റെ ചോര, നമ്മുടെ സഹോദരങ്ങളെ സംബോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിൻ്റെ ചോര തന്നെയല്ലേ അത്, അതിനെ നീ സ്നേഹിക്കേണ്ടേ എന്നുള്ള രീതിയിലോട്ടേക്ക് ഒരു വാചകം നമ്മുടെ അടുത്തൊക്കെ പറയാറുണ്ട് വീട്ടുകാരൊക്കെ. അത് നമ്മൾ സ്നേഹത്തിലായിരിക്കാൻ വേണ്ടി. അപ്പോൾ സ്വാഭാവികമായിട്ട് അട്ട നമ്മുടെ രക്തം കുടിക്കുന്ന സമയത്ത് അത് നമ്മുടെ ചോരയല്ലേ, അതിനെ നീ തന്നെ കൊല്ലാൻ പാടുമോ എന്നുള്ള ഒരൊറ്റ തോന്നലിൻ്റെ പുറത്താണ് ആ ഒരു കഥ ഉണ്ടാവുന്നത്. അതായത് ഞാനൊരു 17 വയസ്സുള്ള സമയത്താണ് തോന്നുന്നു, ഒരു സാഹിത്യ ക്യാമ്പിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ VR സുധീഷ് മാഷിൻ്റെ അടുത്ത് സംസാരിച്ചൊരു കാര്യം ഇതാണ്. അതായത് നമുക്ക് നമ്മുടെ ഉള്ളിൽ കുറേ ഭ്രാന്തമായിട്ടുള്ള കുറേ തോന്നലുകളുണ്ട്. അത് നമ്മൾ ചിലപ്പോൾ കുട്ടികളായിരിക്കുമ്പോഴായിരിക്കും ഏറ്റവും തീവ്രം. പിന്നെ നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ ഈ ഒരു പശ്ചാത്തലമൊക്കെ അത്തരം ഭ്രാന്തിനൊക്കെ നമ്മളെ കുറേയൊക്കെ ഇല്ലായ്മ ചെയ്യും. അതായത് നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത്, വയലിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത്, ഒരു ചെടി പറിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ഒരു ശാഖ അറക്കുന്ന സമയത്ത് അതിന് ജീവനുണ്ട്, അതിൻ്റെ നമ്മുടെ ശരീരത്തിലെ ഒരു അംഗമാണ്, ഒരു അവയവമാണ് എന്നുള്ളൊരു തോന്നൽ വരിക. ഒരു ഉറുമ്പിനെ നമ്മൾ പെട്ടെന്ന് എവിടെന്നെങ്കിലും ഇങ്ങനെ വരിയായിട്ട് പോകുന്ന ഒരു ഉറുമ്പിനെ പിടിച്ചിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് കൊണ്ടുവെക്കുന്ന സമയത്ത് അതിന് വഴിതെറ്റിപ്പോയില്ലേ, അതിന് നമ്മൾ എങ്ങനെയാണോ ഒരു സ്ഥലത്ത് വഴിതെറ്റിയിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇത്തരം മനസ്സിൻ്റെ അനുഭവങ്ങൾ നമ്മൾ മൃഗങ്ങളിലേക്കും ഇത്തരം രീതിയിലേക്കും ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഉള്ളിലെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തരം ഭ്രാന്ത് എന്ന് തന്നെ പറയാൻ പറ്റും.
കാരണം ആർട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഉന്മാദവുമായിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ബഷീറിൻ്റെയൊക്കെ ഭൂമിയുടെ അവകാശികൾ വായിക്കുന്ന സന്ദർഭത്തിൽ വാസ്തവത്തിൽ അത് ഞാൻ എഴുതേണ്ട കഥയാണ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരികയാണ്. കാരണം ബഷീർ അങ്ങനെ ചിന്തിക്കുന്നതിന് സമാനമായിട്ട് മറ്റേ തള്ളക്കുരുവിയും കെട്ടിയോൾ കുരുവിയും മരക്കൊമ്പിലിരുന്നിട്ട് കൊത്തുകൂടുന്ന സമയത്ത്, അതായത് മനുഷ്യൻ എങ്ങനെയാണോ അതേ രീതിയിൽ ബഷീർ അതിനകത്ത് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള തോന്നലുകൾ ഇപ്പോൾ ആർട്ടിൽ ഏർപ്പെടാത്ത ഒരുപാട് മനുഷ്യരിലുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കയ്യിൽ ഞാൻ ആർട്ടിലൂടെ അതിനെ പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഭാഷ ഉപയോഗിച്ച് ഇത്തരം തോന്നലുകളെ ഞാൻ ആവിഷ്കരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ രീതിയിലാണ് എൻ്റെ എഴുത്തിൽ പക്ഷിയും അട്ടയും കാക്കയും ഒക്കെ കയറി വരുന്നത്. മെയിനായിട്ട് മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ മനസ്സിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഭാഷയുണ്ട്. പക്ഷെ ഭാഷ നിൽക്കുന്നത് പോലും ഇത്തരത്തിലുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലതരം ഇമേജുകളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ രീതിയിൽ എൻ്റെ ദേശത്തുള്ള അട്ടകളെ, എൻ്റെ വീടിൻ്റെ മുറ്റത്തെ പേരക്കൊമ്പിൽ വന്നിരിക്കുന്ന കാക്ക, പക്ഷികളെ ഒക്കെ എൻ്റെ കഥയിലേക്ക് കയറി വന്ന് എൻ്റെ ദേശത്തെ പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു. ബിന്നു പറഞ്ഞു നിർത്തിയത് സ്വന്തം ദേശത്തിലെ ചരാചരങ്ങൾ കൂടി തൻ്റെ കഥകളോടൊപ്പം ചേർന്ന് വരാറുണ്ട് എന്നുള്ളതാണ്. കാവ്യയുടെ കഥകൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഈ നാട്ടുമനുഷ്യർ മേഞ്ഞു നടക്കുന്ന ഒരു പ്രദേശങ്ങളാണെല്ലാം. കള്ള് ഷാപ്പും നാടൻ തല്ലും പരേതരോടുള്ള സംസാരവും ഒക്കെയുള്ള, അങ്ങനെ എല്ലാ കഥകളും അല്ല ഞാൻ പറയുന്നത്, നാട്ടുമനുഷ്യരുടെ ഒരു വിഹായസ് എന്ന് വേണമെങ്കിൽ എല്ലായിടത്തും പറയാം. അങ്ങനെ ഇത് എഴുതുന്നതാകട്ടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ജെൻസെഡ് എന്ന് പറയുന്ന സൂം കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെയൊരു കഥ സൃഷ്ടിക്കുന്നതിന് പിന്നിലുള്ള ഒരു ചോദന എന്തായിരുന്നു? നമസ്കാരം. KLFൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ആദ്യമേ ഒരു സന്തോഷം അറിയിക്കട്ടെ. ജെൻസെഡിൻ്റെ ദേശവും എഴുത്തും എന്നൊരു വിഷയത്തിൽ ദേശം ഇപ്പോൾ മോഡറേറ്റർ പറഞ്ഞു, അല്ലെങ്കിൽ നാട്ടുഭാഷകളായിക്കോട്ടെ മേഞ്ഞു നടക്കുന്നൊരിടമാണ് എൻ്റെ കഥകളെന്ന് പറഞ്ഞു. ഞാൻ പരിമിതമായൊരിടത്ത് നിന്നുകൊണ്ട് പരിമിതമായിട്ടുള്ള കുറച്ച് മനുഷ്യരിലൂടെ, ഏറ്റവും സാധാരണമായിട്ടുള്ള ചില മനുഷ്യരിലൂടെ അവരെ കണ്ട് ശീലിച്ച അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ അറിഞ്ഞ് വളർന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ എഴുത്തിടവും അതിനനുസരിച്ച് ഒരു പ്രാദേശികതയിൽ ഒതുങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അത് തന്നെയാണ്. ഒരു ദേശത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ നമുക്ക് അറിയാത്തൊരിടത്തേക്ക് കടന്നു പോകുന്ന അല്ലെങ്കിൽ നാഗരികമായിട്ടുള്ള ചില സംഗതികളിലേക്ക് കടന്നു പോകുക എന്നതിനപ്പുറത്തേക്ക് ഞാൻ കണ്ട് ശീലിച്ച ചില മനുഷ്യരെ, അവരെക്കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരെ കുറിച്ച് അവരിലൂടെ ഞാൻ മനസ്സിലാക്കിയ ചില സംഗതികളെ കുറിച്ചിട്ട് മറ്റാരും പറയാനില്ല എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് എനിക്ക് പറയണം. ഞാൻ നിരന്തരം കാണുന്ന ഒരു മനുഷ്യർക്ക് ഒരു കഥയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ഒരു കഥ അത് അവരുടെ കഥയാണ്, അല്ലെങ്കിൽ അവരിലേക്ക് മാറ്റി വെക്കണം, അല്ലെങ്കിൽ അവരിലൂടെ പറയണം എന്നൊരു തോന്നലാണുള്ളത്. കഥയിൽ വരുന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ ദേശം എന്ന് പറയുന്നത്, രസകരമായിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ കാണുന്ന മനുഷ്യരെ മറ്റൊരു പ്രദേശത്തെ, ഈ മനുഷ്യരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു പ്രദേശത്തേക്ക് അല്ലെങ്കിൽ അവരേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു രീതിയാണ് ഞാൻ പലപ്പോഴും കഥകളിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഒറവകുത്തി എന്ന് പറയുന്ന കഥ, ആ കഥയിൽ പറയുന്ന ചില പ്രദേശങ്ങൾ, ഞാനിതിൽ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ സിനിമയിലൊക്കെ പറയും മൊണ്ടാഷ് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ പലതരം ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒരു പ്രദേശം ഉണ്ടാക്കുക എന്ന് പറയുന്ന പോലെ ഒരു സംഗതിയാണ്. ഒറവകുത്തിയിൽ വരുന്ന ഒരു ഷാപ്പിൻ്റെ ഭാഗം എന്നൊക്കെ പറയുന്നത് അത് ഞാൻ കണ്ടൊരു മറ്റൊരു പ്രദേശവും, അതേ സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു സമയത്ത് തോമ എന്ന കഥാപാത്രം ചെല്ലുന്ന റെയിൽപാളം എന്ന് പറയുന്നത് ഞാൻ കണ്ട മറ്റൊരു ഭൂമികയുമാണ്. അപ്പോൾ ഇതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഏറ്റവും നമുക്ക് ഈ ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ് എന്നുള്ള ഒരു തെരഞ്ഞുപിടുത്തം.
ചിത്രം വരയ്ക്കാൻ അറിയാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതേ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെയുള്ള കഥകളിലൂടെ എന്തെങ്കിലും എഴുതി പിടിപ്പിച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഇതെല്ലാം ചേർത്ത് വെച്ചാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചിത്രം ലഭിക്കും എന്നൊരു തോന്നലിൽ നിന്നാണ് പ്രദേശങ്ങളെ ഇത്തരത്തിൽ അതിനപ്പുറത്തേക്ക് ഒരു കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ കണ്ടു ശീലിച്ച മനുഷ്യരെ തന്നെ എനിക്കതിൽ അടയാളപ്പെടുത്തേണ്ട എൻ്റെ ഒരു ആവശ്യകതയും കൂടിയായിരുന്നു. മറ്റൊന്ന്, ഈ നാട്ടുപ്രദേശങ്ങളെ അടയാളപ്പെടുത്തുമ്പോൾ നമ്മളൊരു പ്രദേശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇതുപോലൊരു പ്രദേശം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഒരു പ്രദേശമായിരിക്കില്ല 5 വർഷത്തിന് ശേഷം അവിടെ ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഒരു ചരിത്രത്തിലൂടെ പറയുമ്പോൾ അവിടെ ഒരു പ്രദേശം ഉണ്ടായിരുന്നു എന്ന് ബാഹ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അതിൻ്റെ ആന്തരികമായിട്ടുള്ള ആ ഒരു പ്രദേശത്തിൻ്റെ അനുഭവം അല്ലെങ്കിൽ അവിടെ ജീവിച്ച മനുഷ്യരുടെ അനുഭവം, ആന്തരികമായിട്ടുള്ള അനുഭവത്തെ ഒരു ചരിത്രം അടയാളപ്പെടുത്തുമോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. കാരണം അവിടുത്തെ പ്രദേശങ്ങൾ നമുക്ക് പറയാം ഇന്ന സ്ഥലം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ അവിടെ ഇന്ന കാലഘട്ടത്തെ ഇന്ന മനുഷ്യർ ജീവിച്ചിരുന്നു എന്ന് പറയാം. പക്ഷേ അതേസമയം അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ആന്തരികതയിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇന്ന ചില സംഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നോ അങ്ങനെയുള്ളത് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കഥകളിലൂടെയോ ഏതെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു വർക്കിലൂടെ സിനിമകളിലൂടെയോ എല്ലാം പറഞ്ഞു പോകുന്ന ഒരു സംഗതിയാണ്. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ദേശം വിട്ടൊരു കഥ പറയുക എന്നത് ഇന്നും എനിക്കൊരു പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴും ഒരു ഇമേജ് വരാറുണ്ട് മനസ്സിൽ. കാരണം ഈ മുതിർന്ന ആളുകളുടെ കഥകളെല്ലാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. സംസാരിക്കുന്നതും ഇപ്പോൾ ഷാപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, വൈകുന്നേരം ഒരു സന്ധ്യയാവുന്ന സമയത്ത് ഞാൻ എൻ്റെ വീടിൻ്റെ പടിക്കൽ ഇറങ്ങി നിൽക്കും. ആ സമയം വഴിയിലൂടെ പോകുന്ന ഒരുപാട് മനുഷ്യർ, അതായത് ഷാപ്പിലേക്ക് പോകുന്നവരുണ്ട്, സാധാരണ ജോലി കഴിഞ്ഞ് വരുന്നുണ്ട്, അവരോട് നിരന്തരം സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളെ കേൾക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് ഒരു കഥ പറയുക എന്നുള്ളത് പ്രയാസകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് കഥയുണ്ടെന്ന് അങ്ങനെ മനസ്സിലാക്കിയെടുക്കുകയാണ്. നാഗരികതയെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് സാധിക്കാത്തതും അല്ലെങ്കിൽ അതിലേക്ക് ഇപ്പോഴും അതിൻ്റെ ഒരു പരിമിതിയായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. എൻ്റെ കഥകളിൽ മൊബൈൽ ഫോൺ പോലുള്ള സംഗതികൾ വളരെ ചുരുങ്ങിയ ഒരു അല്ലെങ്കിൽ അപൂർവമാണ് കടന്നു വന്നിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു 1-2 കഥയിൽ മാത്രമാണ് അങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ പോലും കടന്നു വന്നിട്ടുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ പരിമിതമായൊരു കാലത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു മനുഷ്യരിലൂടെ ജീവിക്കാൻ ഇമേജുകളെ ഇങ്ങനെ അടയാളപ്പെടുത്തുക എന്നത് മാത്രമാണ്. പ്രായമായ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കഥകളിലൂടെ എൻ്റെ മനസ്സിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തെ കഥയായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് ഈ പ്രാദേശികത എൻ്റെ കഥയിൽ സംഭവിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ജിംഷാറിൻ്റെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ദേശത്തെ എഴുതുന്ന സമയത്ത് അതിൽ അനേകം മനുഷ്യർ ചേർന്നതാണല്ലോ ഒരു ദേശം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ പല രാഷ്ട്രീയം, പല മതം, പല ജാതി, ഇങ്ങനെ അനേകം നാനാത്വത്തിൽ ഏകത്വവും ഭിന്നത്വവും എല്ലാം ഉള്ള കാര്യങ്ങളാണ് ഒരു ദേശമെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് അവിടെയുള്ള മനുഷ്യരെക്കുറിച്ച് എഴുതുമ്പോൾ അത് വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പടച്ചോൻ്റെ ചിത്രപ്രദർശനം ഇറങ്ങിയ സമയത്ത് ജിംഷാർ അനുഭവിച്ച പീഡനങ്ങളും പ്രശ്നങ്ങളും എന്താണെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ നമ്മുടെ എഴുത്തുകളിലെ മനുഷ്യരെയും ദേശത്തെയും സ്വതന്ത്രമായി എഴുതാനുള്ളൊരു സാഹചര്യം നമുക്കിന്നുണ്ടോ? അത് സ്വന്തം അനുഭവ ലോകത്ത് നിന്നുകൊണ്ട് ഒരു ദേശത്തെ എങ്ങനെ അടയാളപ്പെടുത്താം, അതിനുള്ളൊരു സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ജിംഷാർ പറയുമെന്ന് തോന്നുന്നു. പടച്ചോൻ്റെ ചിത്രപ്രദർശനം എന്ന കഥയുടെ വഴി തന്നെ വളരെ രസകരമായൊരു വഴിയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് പങ്കെടുക്കാൻ പോവുകയും പിന്നെ വീട്ടിലേക്ക് ഇനിയും ഒരുപാട് ദൂരമുണ്ട് എന്ന വിഷയത്തിൽ ഒരു കഥ എഴുതാൻ വിഷയം തരികയും ചെയ്തു. എൻ്റെ ഉള്ളിലൊരു നല്ല കഥയുണ്ടായിരുന്നു. പക്ഷേ ആ സമയം എന്തോ എൻ്റെ കിളി പോയ സമയമാണെന്ന് തോന്നുന്നു. ഞാൻ എഴുതിയിട്ട് അതങ്ങ് ശരിയായില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും നന്നായി കഥ എഴുതുന്നവരാണ്. അബിൻ ജോസഫിനായിരുന്നു 1ാം സ്ഥാനം. അപ്പോൾ ഈ കഥ എഴുതാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ കുറേ ദിവസം അങ്ങനെ തള്ളി നീക്കുകയും കുറച്ചധികം ഇറാനിയൻ സിനിമകൾ കാണുകയും ചെയ്ത സമയത്ത് എൻ്റെ ഉള്ളിൽ എപ്പോഴും സിനിമയുണ്ട്. ഞാൻ എപ്പോഴും ഒരു സിനിമ, എൻ്റെ കഥകളെല്ലാം നടക്കാതെ പോയ സിനിമകളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ ഒരു സിനിമ ക്യാൻവാസിൽ ഞാനൊരു സ്ക്രീൻ പ്ലേയുടെ ഒരു ബേസിക്സ് സ്ട്രക്ചർ ഇട്ടതിന് ശേഷം ഞാൻ കഥ എഴുതി. ആ കഥ എഴുതിയിട്ട് അതിൻ്റെ അവസാനത്തെ വരി എഴുതിയത് സഫമോള് ചിരിച്ചു, സഫമോളുടെ നിലാവ് പോലുള്ള ചിരി ഭൂമിയിലാകെ പടർന്നു, പടച്ചോൻ വരച്ച നല്ല കറുത്ത പശ്ചാത്തലത്തിലുള്ള ചിത്രങ്ങളുടെ പ്രദർശനം കണ്ട് സഫ ചിരിച്ചു, നിലാവ് പോലെ ഒരു ചിരി ഭൂമിയിലാകെ പരന്നു എന്ന് പറഞ്ഞപ്പോൾ പടച്ചോൻ്റെ ചിത്രപ്രദർശനം എന്നുള്ള ആ വാക്ക് കിട്ടുകയും അത് ഞാൻ കഥക്ക് ടൈറ്റിലായി കൊടുക്കുകയും ചെയ്തു. ഭൂപടത്തിൽ നിന്ന് കുഴിച്ചെടുത്ത കുറിപ്പുകൾ എന്ന് പറയുന്ന DC കിഴക്കേമുറി നോവൽ അവാർഡിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത എൻ്റെ ആദ്യത്തെ നോവലിന് ശേഷം DC അടുത്തൊരു പുസ്തകം ചെയ്യാൻ വേണ്ടിയിട്ട് സമീപിക്കുകയും അതുവരെ എഴുതിയ ചെറുകഥകൾ കൊടുക്കുകയും ചെയ്യുകയും ആ ചെറുകഥയ്ക്ക് ആദ്യം ഞാൻ ഫീമെയിൽ ഫാക്ടറി എന്ന പേര് കൊടുത്തപ്പോൾ പ്രസാധകരുടെ ഭാഗത്തുനിന്ന് അതത്ര അട്രാക്റ്റീവായ ഒരു ടൈറ്റിലല്ല, അതൊരു ഫീമെയിൽ പേഴ്സ്പെക്റ്റീവ് ഉള്ള കഥകൾ എന്നുള്ള തെറ്റിദ്ധാരണക്ക് കാരണമാവും. അതിൽ ആ ഒരു കഥ മാത്രമേ അത്തരമൊരു ഔട്ട്ലൈനിൽ എഴുതപ്പെട്ട ഒരു കഥയുള്ളൂ. കുറേം കൂടിയും ക്രിയേറ്റീവ് എന്ന് തോന്നുന്ന ഒരു ടൈറ്റിൽ വെക്കുമെന്ന് പറഞ്ഞപ്പം എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കഥ എന്നുള്ള രീതിയിൽ പടച്ചോൻ്റെ ചിത്രപ്രദർശനം എന്ന ടൈറ്റിലിട്ടു. അപ്പോൾ ഈ ടൈറ്റിൽ കണ്ടപ്പോൾ നാട്ടിലെ മതമൗലികവാദികളായിട്ടുള്ള കുറച്ച് ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ വിചാരിക്കുന്നത് ഞാൻ പടച്ചോൻ്റെ രൂപത്തെക്കുറിച്ച് ചിത്രം എഴുതുന്നതാണ് എന്ന് വിചാരിച്ചിട്ട് അവരുടെ മതവികാരം വ്രണപ്പെടുകയും അവരെന്നെ അന്വേഷിച്ച് വന്ന് നീ പടച്ചോനെ കുറിച്ച് എഴുതുമോ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ് പടച്ചോങ്ങളെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അപ്പോൾ അവരെന്നെ 4 തല്ലിപ്പോയി. ഏകദേശം ഒരു 2-3 ആഴ്ച പിന്നെ നടക്കാൻ പറ്റാതെ പാരാലിംബൽ മസിൽസിന് ക്ഷതം പറ്റിയിട്ട് ആശുപത്രി കിടന്ന് തിരിച്ചു വന്ന് നോക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് സൈബർ സ്പേസ് 3 അടിയോടടിയാണ്. ഒരു വിഭാഗം പറയുന്നത് ഞാൻ പുസ്തകം വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ആളെ വെച്ച് അടിപ്പിച്ചതാണ് ഈ അടി എന്നൊരു വിഭാഗം. അടുത്ത വിഭാഗം ഇത് മൊത്തം ഉണ്ടായിട്ടേ ഇല്ല, എൻ്റെ ഹാലൂസിനേഷനാണെന്ന് വേറെ വിഭാഗം. ഒരു വിഭാഗം സ്വാഭാവികമായിട്ട് നമ്മളെ സുഹൃത്തുക്കളും വായിച്ചവരൊക്കെ നമ്മൾ അനുകൂലിക്കുന്നത്. ഇങ്ങനെ 3 അടിയോടടിയാണ് നടക്കുന്നത്. ഈ ഒരു വർഷത്തോളം ഞാൻ ആ കേസിൻ്റെ പിറകെ ആരാണ് തല്ലിയത് എന്ന് അന്വേഷിച്ച് ഞാൻ നടന്ന് അവസാനം എനിക്ക് മടുത്തപ്പോൾ ഞാനത് ഒഴിവാക്കി. അതാണ് അതിൻ്റെ ഒരു ഇതുള്ളത്. ആ ഇൻസിഡൻറ്റ് പക്ഷേ എന്നൊരു നോവലിലേക്ക് ട്രിഗർ ചെയ്തു. ആ നോവലാണ് എഡിറ്റിംഗ് നടക്കുന്ന ആകാശം എന്ന് പറയുന്ന നോവൽ. അത് എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷവും ആത്മഹത്യ ചെയ്യാവുന്ന, കൊല ചെയ്യപ്പെടാവുന്ന, ഭ്രാന്താവുന്ന 3 ചെറുപ്പക്കാരുടെ കഥയാണ്. അത് ഒരേ സമയം അതൊരു കോളേജ് മാഗസിനാണ്. കോളേജ് മാഗസിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വടക്കേക്കാട് ഗവൺമെൻറ് കോളേജിലെ വിദ്യാർത്ഥികൾ ഒരു കോളേജ് മാഗസിൻ ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുകയും വർഷങ്ങൾക്ക് മുമ്പ് അതേ കോളേജിലെ മാഗസിൻ എഡിറ്ററായിരുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അയാൾ മരിച്ചവരുടെ മണ്ണ് എന്ന് പറയുന്ന ഒരു മാഗസിൻ ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ കൊല്ലപ്പെട്ടതെന്നും മനസ്സിലാക്കി ഈ വർത്തമാനകാലത്തെ ഈ ചെറുപ്പക്കാർ ഈ മരിച്ചവരുടെ മണ്ണ് എന്ന മാഗസിൻ പുനർസൃഷ്ടിക്കാൻ ഇറങ്ങി പുറപ്പെടുകയും അതിലൊരു ചെറുപ്പക്കാരന് ആത്മഹത്യ ചെയ്യേണ്ടി വരികയും മറ്റൊരു ചെറുപ്പക്കാരന് ഭ്രാന്താവുകയും ചെയ്യുന്നു. ഈ ഭ്രാന്തൻ്റെ മെമ്മറിയാണ് ടോട്ടൽ നോവൽ എന്നുള്ള രീതിയിൽ ആ നോവൽ എഴുതപ്പെട്ടു. അപ്പോൾ നെയ്യപ്പം നിന്ന 2 കാര്യം എന്ന് പറഞ്ഞ പോലെ എനിക്ക് അടി കിട്ടിയത് കൊണ്ട് എനിക്കൊരു നോവൽ എഴുതാൻ പറ്റി എന്നുള്ളതാണ് ആ അടികൊണ്ടുള്ള ഗുണം. അന്നും ഇന്നും ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരാളെ തല്ലിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒരാളെ ഇല്ലാതാക്കിയത് കൊണ്ടോ ആശയം നശിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് കുറേം കൂടിയും ഭയക്കുന്നത് മതമൗലികവാദികളുടെ ഒറ്റയ്ക്കുള്ള ആക്രമണത്തിലേക്കാൾ കൂടുതൽ ഞാൻ ഇപ്പോൾ ഭയക്കുന്നത് പിന്നെ മതവൽക്കരിക്കപ്പെട്ട പിന്നെ ഇലക്ടഡ് ഓട്ടോക്രസിയിലേക്ക് നീങ്ങുന്ന കുറേം കൂടിയൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളെല്ലാം കട്ട് ചെയ്യപ്പെടുന്ന ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞ എന്നെ തല്ലിയിട്ട് പോയത് മുസ്ലിം മതമൗലികവാദികളാണ്. പക്ഷെ ഞാൻ അവരെക്കാൾ കൂടുതൽ ഭയക്കുന്നത്
ഇപ്പോഴത്തെ ഇന്ത്യൻ ഭരണകൂടത്തെയാണ്. അവിടെ അധികാരമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനാണ് പിന്നീട് എഴുത്തുകളിൽ ശ്രമിച്ചിട്ടുള്ളത്, നിരന്തരം ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോഴും വർഗീയതയെക്കുറിച്ച് അല്ലെങ്കിൽ വംശീയതയെക്കുറിച്ച് പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, അന്യായത്തിൽ സ്വന്തത്തെ അനുകൂലിക്കുന്നത് എന്തോ അതാണ് വർഗീയത. അന്യായത്തിൽ സ്വന്തത്തെ അനുകൂലിക്കുന്നതാണ് വർഗീയത. അതില്ലാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് എഴുത്തിലായാലും ജീവിതത്തിലായാലും ശ്രമിക്കുന്ന ഒരു കാര്യം. ഭരണകൂടത്തോട് കലഹം സൂക്ഷിക്കുക എന്നുള്ളത് എഴുത്തിൻ്റെ പ്രാഥമികമായ ധർമ്മമാണെന്ന് വിശ്വസിക്കുന്നു. അധികാരത്തോടുള്ള കലഹം നിരന്തരമായി എഴുത്തിൽ സൂക്ഷിച്ചു വെക്കുന്നതാണ് എഴുത്തിൻ്റെ ധർമ്മം എന്നാണ് ജിംഷാർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആവിഷ്കാരങ്ങൾക്ക് മേലുള്ള അധികാരങ്ങളുടെ കൂച്ചുവിലെങ്ങനെയും നമ്മെ ഭയപ്പെടുത്തുന്നത് എങ്ങനെയെന്ന ഒരു കാര്യം കൂടി പങ്കുവച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് അത് ചേർത്ത് പറയാൻ പറ്റുന്നത്, എനിക്കൊന്ന് ഡിന്നുവിൻ്റെ തന്നെ വ്ളാഡിമിറിൻ്റെ ജനാല പോലെയുള്ള കഥകൾ ഒരു ദേശമേതെന്നോ കാലമേതെന്നോ മനുഷ്യരേതെന്നോ ഒന്നും മനസ്സിലാവാത്ത വിധത്തിൽ ഒരുപക്ഷെ അതാത് വായനക്കാർക്ക് നിർണ്ണയിക്കാൻ ഞങ്ങളുടേതാണ് എന്ന് എന്നാൽ അതൊന്നുമല്ല എന്ന് പറയാനും കഴിയുന്ന, ഇതൊന്നും ഒരുപക്ഷെ നിർണ്ണയിക്കാൻ പറ്റാത്ത ഒരു ദേശത്തിൻ്റെയും ഭാഷയുടെയും അതുപോലെ മനുഷ്യരുടെയും ഒക്കെ കഥയായിട്ടത് മാറുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ആവിഷ്കാരം, അത് ഒരു ദേശമെന്ന് പറയാൻ കഴിയാത്ത തരത്തിലുള്ളൊരു ആവിഷ്കാരം, ഒരു ഇമാജിൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എഴുത്തിലേക്ക് കടന്നു വന്നത് എന്നത് കൂടി ഒന്ന് സൂചിപ്പിച്ചാൽ കൊള്ളാം. അടുത്ത് കൽപ്പറ്റ മാഷിൻ്റെ ഒരു പ്രഭാഷണം കേട്ട സന്ദർഭത്തിൽ അതിനകത്ത് മാഷ് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് എൻ്റെ വീട് വയനാടാണ്. അപ്പോൾ മാഷ് ആ ഒരു പ്രഭാഷണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അയൽപക്കക്കാരനെ നോക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് അയൽപക്കക്കാരനോട് നിങ്ങൾ ഏതാ നാട്ടുകാരൻ എന്ന് ചോദിക്കുന്ന ലോകത്തിലെ തന്നെ ഏക ജില്ല ഒരുപക്ഷെ വയനാടായിരിക്കുമെന്ന്. കാരണം ഞാൻ ഉൾപ്പെടുന്ന വലിയ ഒരു കൂട്ടം മനുഷ്യർ അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം എന്ന നിലയിലൊക്കെ നിൽക്കുന്ന മനുഷ്യർ വയനാട്ടുകാരല്ല, പല സ്ഥലങ്ങളിൽ നിന്നും കുടിയേറി വന്ന മനുഷ്യരാണ്. അതേസമയത്ത് തന്നെ വയനാടിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്, സംസ്കൃതി എന്ന് പറയുന്നത് ആദിവാസി, നമ്മുടെ വല്ലി പോലുള്ള ഷീല ടോമിയുടെയും അതുപോലെ തന്നെ വത്സല ടീച്ചറൊക്കെ എഴുതിയതാണ് വയനാട്ടിലെ യഥാർത്ഥത്തിലുള്ള ഒരു സ്വത്വം. അപ്പോൾ എൻ്റെ കഥകൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചു, ഇത്തരത്തിൽ അങ്ങനെ രീതിയിലുള്ള ഒരു തരത്തിലാണ് എൻ്റെ ദേശം അതിനകത്ത് മുഴങ്ങുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പോലും അറിയാതെ സംഭവിച്ചൊരു കാര്യമാണ്. അതായത് എൻ്റെ എല്ലാ കഥകളിലൊരു മല വരുന്നുണ്ട് എന്നുള്ളത്. അത് ഞാൻ ഒരിക്കലും ബോധപൂർവം എഴുതി വെച്ചൊരു കാര്യമല്ല. എൻ്റെ കഥകളൊക്കെ നടക്കുന്നത് ഒരു മല, എൻ്റെ എല്ലാ കഥകളിലും ആ മല കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ശബ്ദങ്ങൾ അതുപോലെ തന്നെ വ്ളാദിമിറിൻ്റെ ജനാല എന്ന് പറയുന്ന 2 കഥകൾ വന്നിട്ടുള്ളത്. അത് ഈ പറയുന്ന മല അതുപോലെ തന്നെ ചില ബിംബങ്ങളിലൂടെ എൻ്റെ ദേശം മുഴങ്ങുമ്പോൾ തന്നെ അതിനകത്ത് വേറെ ദേശം, അതായത് പേരറിയാത്ത അതായത് ശബ്ദങ്ങൾ എന്ന് പറയുന്ന കഥ, കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ കഥാപാത്രമായി വരുമ്പോൾ തന്നെ അതിൻ്റെ മറ്റൊരു ലെയറിൽ മരിയ ഇർവാനീസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെയും ഇർവാനീസ് എന്ന് പറയുന്ന ഒരു പുരുഷനെയും പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ 2 ദേശങ്ങളെ 2ആയി നിൽക്കുമ്പോഴും ഈ ദേശങ്ങളിലൊക്കെ പൊതുവാവുന്ന ഒന്ന് മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒന്നിനെ മുൻനിർത്തിയിട്ടാണ്. അതായത് ശബ്ദങ്ങൾ എന്ന് പറയുന്ന കഥയിൽ ഉഷ എന്താണോ കേരളത്തിൽ ജീവിക്കുന്ന ഉഷ എന്ന് പറയുന്ന സ്ത്രീ എന്താണോ അനുഭവിക്കുന്നത് അതിന് സമാനമായിട്ടുള്ള ഒരു അനുഭവമാണ് മരിയ ഇർവാനീസ് എന്ന് പറയുന്ന വേറെ ദേശത്ത് ജീവിക്കുന്ന, ഈ രീതിയിലൊരു ലോകത്തെ മൊത്തം സ്ത്രീകളുടെയും ചരിത്രം എഴുതുക എന്നുള്ളൊരു ആ ഒരു ചരിത്രമെഴുത്തിൻ്റെ ഒരു മാതൃകയാണ് ശബ്ദങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കഥയിൽ ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. വ്ളാദിമിറിൻ്റെ ജനാലയും ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും അതും ഒരു തരത്തിൽ ഭാവനാത്മകമായിട്ടുള്ളൊരു സൃഷ്ടിയാണ്.
കാരണം അത് ആ കഥ ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ മുറിയിൽ ആരോ വരച്ചു വെച്ച വ്ളാദിമിർ ഇല്ലിച്ച് ലെനിൻ്റെ ഒരു ചിത്രത്തിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ കേരളത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റൽ മുറിയിൽ ജീവിക്കുന്ന എൻ്റെ മുറിയിലെ ചുമരിൽ ആരോ ഒരു ജനാല വരച്ച് വെക്കുകയും ആ ജനലിൻ്റെ അപ്പുറത്ത് വേറൊരു ലോകമുണ്ട്, അതായത് അതിനപ്പുറത്ത് വ്ളാദിമിർ ഇല്ലിച്ച് ലെനിനിലൂടെ നമ്മൾ ഈ പറയുന്ന മാർക്സിസത്തിലൂടെ നമ്മൾ കാണുന്ന ഒരു ഭാവിയുടെ ഒരു ലോകം ഉണ്ട് എന്നുള്ള രീതിയിലോട്ടേക്കുള്ള ഒരു ആലോചനയാണ് വ്ളാദിമിറിൻ്റെ ജനാല എന്ന് പറയുന്ന കഥ. അപ്പോൾ പ്രദേശത്തെ ആവിഷ്കരിക്കുമ്പോൾ തന്നെ ആ പ്രദേശത്തിൻ്റെ അതിർത്തികളെ നമുക്ക് മറികടക്കാനും ഈ രീതിയിൽ സാധിക്കും എന്നുള്ളത് അത് ഒരു ബോധപൂർവമായിട്ടുള്ള അത് എഴുത്തിൽ അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ആ ഒരു കഥയിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാനും നിങ്ങളും ഒക്കെ ഇരിക്കുന്ന ഈ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ആ കഥയിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ആ ആ മുറി, അതായത് ഒരു ലോഡ്ജ് മുറിയിൽ ആരോ വരച്ച് വെച്ച ആ മുറിയിൽ കയറുന്ന ആൾക്കാരെ പിന്നെയൊന്നും കാണാതാവുകയാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു ജനാലം, ആ ജനലിലൂടെ പുറത്തോട്ട് ഇറങ്ങാൻ പാകത്തിനുള്ള ഒരു ദ്വാരമുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, അതായത് ഇപ്പോൾ ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ ഒരു സ്പേസിൽ നമ്മൾ കാണാത്ത, നമുക്ക് കാണാൻ കഴിയാത്ത അദൃശ്യമായ വേറൊരു ലോകമുണ്ടെങ്കിലോ എന്നുള്ളൊരു തോന്നലും ആ ഒരു കഥയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തരത്തിൽ ഉന്മാദത്തിൻ്റെ, ഭ്രാന്തിൻ്റെ ഒക്കെ ഒരു സംയോജനമാണ് ആർട്ട്. ഈ രീതിയിലുള്ള മാജിക്കൽ ഫാൻറ്റസികളാണ് ഈ പുറത്തെ ലോകങ്ങളെ കൂടി കാണിക്കാൻ തരത്തിലേക്ക് എൻ്റെ കഥയെ മാറ്റുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ജിംഷാർക്ക് ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മലയാള കഥയുടെ ഏറ്റവും പുതിയൊരു ഭാവുകത്വത്തിൻ്റെ ഒരു പൊതു സവിശേഷതയായിട്ട് ഞാൻ കാണുന്നത് ഈ പ്രാദേശികതയെ സംബന്ധിക്കുന്ന ചിഹ്നങ്ങൾക്കും അത്തരം ആഖ്യാനങ്ങൾക്ക് വളരെ സ്വീകാര്യത കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അത് വളരെ നല്ല കാര്യമാണ്. അതായത് ഇപ്പോൾ ഷനോജേട്ടനെ പോലെയുള്ള ഷനോജാർ ചന്ദ്രൻ്റെ കാലൊടിഞ്ഞ പുണ്യാളെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ആലപ്പുഴയുടെ ഒരു പരിസരത്ത് നിന്ന് എഴുതുന്നു. അതുപോലെ തന്നെ ഹരീഷ് ഏട്ടനെ പോലെയുള്ള ആളുകൾ, ഹരീഷ് ഏട്ടനെ പോലെയും ഉണ്ണികൃഷ്ണൻ കിടങ്ങൂർ, അതുപോലെ തന്നെ ഐമന ജോൺ ഏട്ടനെ പോലെയുള്ള ആളുകൾ കോട്ടയത്തിൻ്റെ പ്രദേശത്ത് നിന്ന് എഴുതുന്നു. അതുപോലെ തന്നെ കാസർഗോഡും കണ്ണൂരും ഒക്കെ പ്രദേശത്തെ വ്യക്തമായി അടയാളപ്പെടുത്തുന്ന രീതിയിലോട്ടേക്ക് കഥകൾ വരുന്നുണ്ട്. ഇവരുടെയൊക്കെ കഥകൾ ഇവരുടെ ദേശത്ത് മാത്രം നിൽക്കുന്ന വളരെ ഒരു തരത്തിൽ ഫിലോസഫിക്കലായിട്ടുള്ള, ഇപ്പോൾ ഷനോജാർ ചന്ദ്രൻ്റെ അന്തർവാഹിനി എന്ന് പറയുന്ന കഥ ആലപ്പുഴയിലെ ആ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട ഒരു കഥയാണ്. പക്ഷേ അതിനകത്ത് വളരെ ഫിലോസഫിക്കൽ എലമെൻറ്റ്സ് വെച്ചിട്ട് എല്ലാ ദേശത്തെയും മനുഷ്യന്മാരെ അഭിസംബോധന ചെയ്യുന്ന രീതിയിലോട്ടേക്ക് കഥയെ മാറ്റി തീർക്കുന്നുണ്ട്. കാഫ്ക പറയുന്നുണ്ട്, കലയും തത്വചിന്തയും രണ്ടായിട്ട് കാഫ്ക കാണുന്നില്ല. അപ്പോൾ പ്രാദേശികതയുടെ അടയാളങ്ങൾ വരുന്ന ഇത്തരം കഥകൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ എല്ലാ മനുഷ്യരിലേക്കും എത്തുന്ന രീതിയിലോട്ടേക്കുള്ള ചിന്തകൾ അതിൻ്റെ ഉള്ളിൽ വളരെ സൂക്ഷ്മമായിട്ട് ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ കഥകളിൽ വയനാട് എന്ന് പറയുന്ന ഒരു ദേശത്ത് പ്രത്യേകമായിട്ടുള്ളൊരു സ്വഭാവമുള്ളൊരു ഭാഷയൊന്നുമില്ല. എല്ലാവരും സംസാരിക്കുന്നൊരു മാനക ഭാഷ എന്ന രീതിയിലാണ് ഞാനൊക്കെ സംസാരിക്കുന്ന ഭാഷയുള്ളത്. പക്ഷേ ഇതുപോലെ തന്നെ ഷീല ടോമി പോലെയുള്ള ആളുകൾ ഏറ്റവും പ്രാദേശികതയുടെ ആദിവാസി ജീവിതങ്ങളെ, അവിടുത്തെ കുടിയേറ്റങ്ങളെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ കഥകളും നോവലുകളൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ താങ്ക് യു. ഇപ്പോൾ കാവ്യയുടെ നമ്മൾ ഒരു നാട്ടുമനുഷ്യരുടെ കഥകളെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ അതോടൊപ്പം ഉറവകുത്തിയിലെ ചില കഥകൾ എടുത്ത് പരിശോധിച്ചാൽ ഇത് നഗരകേന്ദ്രിതമായ ജീവിതമാണോ എന്നാൽ ഗ്രാമ ജീവിതമാണോ പറയുന്നത് എന്നൊരു കൺഫ്യൂഷൻ വരും. ഒരുപക്ഷെ ഗ്രാമജീവിതത്തെയും നഗരജീവിതത്തെയും ചേർത്ത് വെച്ച് അതിനിടയിൽ ഒരു പാലം ഇട്ടുകൊണ്ട് ഒരു പ്രത്യേക ദേശം സൃഷ്ടിക്കുന്ന കഥകളും കാവ്യക്കുണ്ട്. കാവ്യയുടെ ധാരാളം കഥകൾ, അത് ആ സമാഹാരത്തിൽ തന്നെയുള്ള ധാരാളം കഥകൾ. അപ്പം അങ്ങനെ ഒരു പ്രത്യേക ദേശത്തെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടായിരിക്കും? അങ്ങനെ ഇതിനിടയിലുള്ള ഒരു ദേശം എന്നർത്ഥത്തിൽ അതിനിടയിലുള്ളൊരു ദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എന്നെ സംബന്ധിച്ച് ഞാൻ പൂർണ്ണമായിട്ടൊരു നാഗരികതയെ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളുമല്ല.
എന്നാൽ പൂർണ്ണമായിട്ട് ഗ്രാമീണതയിലേക്ക് മാത്രം ഒതുങ്ങി ജീവിക്കാനും ആഗ്രഹിക്കുന്ന ആളല്ല. അപ്പം ഇതിനിടയിൽ നിൽക്കുന്ന എൻ്റെ ഒരു സ്വഭാവം കൂടെ അതിൻ്റെ അടിസ്ഥാനം ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇതിനിടയിൽ നിൽക്കുന്ന ചില സംഗതികൾ എൻ്റെ ഒരു ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞാൻ അതിലേക്ക് ചെന്ന് പെടുന്നതായിരിക്കാം, അല്ലെങ്കിൽ എത്തിപ്പെടുന്നതായിരിക്കാം. നഗരത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഗ്രാമീണമായിട്ടുള്ള സൗന്ദര്യങ്ങൾ മാത്രമല്ല, ഇതിനിടയിൽ നിൽക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട സംഗതികളുണ്ട്, അവിടെ പ്രശ്നങ്ങളുണ്ട്, കലഹങ്ങളുണ്ട്, വാദിപ്പുകളുണ്ട്, ജയങ്ങളുണ്ട്, പരാജയങ്ങളുണ്ട്. അങ്ങനെ നിരന്തരമായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയും ഉണ്ട് എന്ന് ഉള്ള സംഗതിയെ പറയണം, അല്ലെങ്കിൽ അതൊരു അനിവാര്യതയായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ ഒറവകുത്തി എന്ന് പറയുന്ന കഥാസമാഹാരത്തിലെ പല കഥകളെക്കുറിച്ചും പറയുമ്പോൾ തന്നെ ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് പാതിരാത്തല്ല് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. പാതിരാത്തല്ല് എന്ന കഥയിൽ കണ്ണമ്മ എന്നൊരു കേന്ദ്ര കഥാപാത്രത്തെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആ കഥ പറയുന്നത്. അതിൽ കണ്ണമ്മയുടെ ഒരു സ്വഭാവത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കണ്ണമ്മ എന്നൊരു കഥാപാത്രത്തെ സംബന്ധിച്ച്, കണ്ണമ്മയ്ക്ക് ഒരിക്കലും ഒരു ഗ്രാമീണ സൗന്ദര്യത്തിൽ ഒതുങ്ങി, അല്ലെങ്കിൽ ഗ്രാമീണതയുടെ ഒരു അടിസ്ഥാന തത്വം പറഞ്ഞുകൊണ്ട് ഒതുങ്ങി ജീവിക്കാൻ കഴിയുന്ന ഒരാളോ അല്ല. എന്നാൽ ഗ്രാമത്തിന് പുറത്തേക്ക് അധികം അങ്ങ് കടന്നു ചെന്നിട്ടുള്ള ഒരു കഥാപാത്രമല്ല. അത് കണ്ണമ്മയുടെ ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു വ്യക്തി സ്വഭാവമാണ്. ആ സ്വഭാവത്തെ അടയാളപ്പെടുത്തുമ്പോൾ അത് ആ പ്രദേശവുമായിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് പോകുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഒറവകുത്തിയിലേക്ക് വരുമ്പോൾ, ഒറവകുത്തി എന്ന കഥയിൽ തോമ സംസാരിക്കുന്ന ഒരു റെയിൽപാളത്തിനപ്പുറവും ഇപ്പുറവും ഇരുന്ന് സംസാരിക്കുന്ന ഒരു സംഗതിയുണ്ട്. പരലോകത്തും അല്ലെങ്കിൽ ഇപ്പോഴുള്ള നിലവിലുള്ള ലോകത്തും ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇത് നമ്മുടെ മനസ്സിൽ വരുന്ന ഇമേജുകളാണ്. ഞാൻ നിരന്തരമായിട്ട് ഓരോരോ രംഗങ്ങളെയും ഓരോ മനുഷ്യരെയും എവിടെയെല്ലാം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ സൗന്ദര്യമുണ്ടാകുമെന്ന് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ഒരു ഇരുളിച്ചയിലൂടെ അല്ലെങ്കിൽ ഒരു അരണ്ട വെളിച്ചത്തിൽ പല ചിത്രങ്ങളെ മനസ്സിൽ മെനഞ്ഞെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പല കഥകളിലും ഈ ഒരു നഗരവുമല്ല ഗ്രാമവുമല്ലാത്ത ചില ഇടങ്ങൾ കയറി വരാൻ കാരണം. ഒരു കാര്യം പറയാനുള്ളത്, ചാലക്കുടിക്കടുത്ത്, ചാലക്കുടി റെയിൽവേ സ്റ്റേഷനടുത്തായിട്ട് വിജയരാഘവപുരം എന്നൊരു സ്ഥലമുണ്ട്. VR പുരം എന്ന് പറയും. ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒരു 100 വർഷങ്ങൾക്കെല്ലാം മുമ്പ് തന്നെ അന്നത്തെ ദിവാനായിരുന്ന രാമവർമ്മ 16-ാമൻ്റെ കാലത്ത് ദിവാൻ വിജയരാഘവാചാര്യയുടെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം ദളിതർക്ക്, അല്ലെങ്കിൽ അവിടെ അന്ന് റെയിൽവേ വന്നൊരു കാലഘട്ടമാണ്. ട്രംപ് പാതകൾ. ആ ഒരു സമയത്ത് ട്രംപ് പാതകളിലൂടെ മരത്തടികൾ കയറ്റിക്കൊണ്ട് പോകാനൊക്കെ ആയിട്ട് ഒരു കൂട്ടം ദളിതർ പലയിടത്തുനിന്നായിട്ട് ആ പ്രദേശത്ത് വന്ന് താമസിക്കുകയുണ്ടായി. ആ പ്രദേശം പിന്നീട് ദിവാൻ്റെ നേതൃത്വത്തിൽ അവർക്ക് പതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രദേശത്തിൻ്റെ കാരണം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്, അവിടുത്തെ ആ ഒരു വഴികൾ, പ്രദേശത്തെ വഴികൾ എന്ന് പറയുന്നത്, എവിടെ തുടങ്ങിയാലും 4 വഴികളാണ് ആ പ്രദേശത്തുള്ളത്. 4 വഴികളെന്ന് പറയുമ്പോൾ ആ ദേശം എല്ലാ സൗകര്യങ്ങളോടുകൂടി, അവർക്ക് ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളോടുകൂടി അതിർത്തി കെട്ടിത്തിരിച്ച് ഉണ്ടാക്കിയെടുത്ത, എല്ലാ സൗകര്യങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു ഗ്രാമപ്രദേശമാണെന്ന് പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പോയപ്പോൾ മനസ്സിലായി. ആ ഒരു പ്രദേശത്തിൻ്റെ വഴികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വെട്ടുവഴികൾ എന്ന് പറയും. വെട്ടുവഴികൾ, അവിടുത്തെ വഴികൾ പുല്ല് ചവിട്ടി ചതഞ്ഞ് നടന്ന് തെളിഞ്ഞു വന്ന വഴികളായിരുന്നില്ല. ഞാൻ അതിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ്. 4 വഴികളാണ് ഉള്ളത്. ഈ 4 വഴികളും ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു അതിർത്തിയിൽ നിന്നുകൊണ്ട്, തെക്കേ അതിർത്തിയിൽ നിന്ന് തുടങ്ങി വടക്കേ അതിർത്തി വരെ എത്തുന്നത്, ഏത് വഴിയിലൂടെ പോയാലും ഒരേ സ്ഥലത്താണ് എത്തുന്നത്. ഈ വഴികൾ ഒരു ഘട്ടം എത്തുമ്പോൾ വീണ്ടും 2ആയി പിരിഞ്ഞു പോകുന്നു. അങ്ങനെ 4 വഴികളെ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുള്ള 4 കുരിശുവഴികളൊക്കെ എന്ന് പറയുന്ന പോലെ, നാൽക്കവലകൾ എന്ന് പറയുന്ന പോലെ 3ഓ 4ഓ നാൽക്കവലകൾ ആ ഒരു പ്രദേശത്തിൻ്റെ ഭാഗികമായിട്ടുള്ള ഒരു കേന്ദ്രത്തിലെത്തുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശം എങ്ങനെ രൂപപ്പെട്ടു, ഇതെന്താണ് ഈ വഴികളുടെ പ്രത്യേകത, അല്ലെങ്കിൽ എവിടെ ചെന്നാലും എവിടെ തുടങ്ങിയാലും ഒരേ സ്ഥലത്ത് തന്നെ എത്തിപ്പെടുന്ന ഈ സ്ഥലം എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു അന്വേഷണം ഉണ്ടായിരുന്നു. എൻ്റെ പല കഥകളിലും ഈ ഒരു പ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇതിൽ പറയുന്ന പാതിരാത്തൽ എന്ന കഥയിൽ പറയുന്ന
പാലക്കുഴി എന്ന് പറയുന്ന ഒരു തോട്. ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അന്നത്തെ ദിവാൻ അത് ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഒരു സ്കൂള്, അതിർത്തി ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു കേന്ദ്രഭാഗത്ത് ഒരു സ്കൂള്, അതുപോലെ അവർക്കൊരു ക്ഷേത്രം, നടരാജനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ക്ഷേത്രം, അതുപോലെ സ്വയം തൊഴിൽ യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കൈത്തറി യൂണിറ്റ്. അങ്ങനെ മാത്രമല്ല അവർക്ക് കുളിക്കാൻ ജലം അല്ലെങ്കിൽ വെള്ളം, പാടം, ആ പാടത്തേക്ക് വെള്ളം എത്തിക്കപ്പെടാനുള്ള തോട്, ഒരു കുളിക്കുളം, ഇതെല്ലാം ആ പ്രദേശത്ത് അവർ നിർമ്മിച്ചു നൽകിയിട്ടുണ്ടായിരുന്നു അക്കാലത്ത്. ഈ ഒരു പ്രദേശം ഇതെങ്ങനെ ഉണ്ടായി എന്നൊരു ചോദ്യം, നിരന്തരമുള്ള അന്വേഷണം, പിന്നീട് ഇതിൻ്റെ ചരിത്രം കണ്ടെത്താനുള്ളൊരു ത്വര, അതിൽ നിന്നുമാണ് പിന്നീട് ഇതിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ പാതിരാത്തല്ല് എന്ന കഥയിൽ വരുന്ന പാലക്കുഴി തോട് എന്ന് പറയുന്നത് അവിടെ നിർമ്മിച്ചെടുത്തിട്ടുള്ള വർഷങ്ങൾക്ക് മുമ്പേ അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ജലസേചന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു തോടാണ്. ഈ ഒരു തോടിന് വക്കത്തിരുന്നു കൊണ്ടാണ് പാതിരാത്തല്ല് എന്ന കഥയിലെ കണ്ണമ്മ എന്ന കഥാപാത്രം അവൾക്ക് ഏറ്റവും ആശ്വാസം കിട്ടുന്ന ഒരിടമായിട്ട് ഈ തോടിനെ കാണുന്നത്. അല്ലെങ്കിൽ സന്ധ്യാനേരങ്ങളിൽ തൻ്റെ തെങ്ങുകയറ്റം കഴിഞ്ഞുകൊണ്ട് വൈകുന്നേരങ്ങളിൽ കുട്ടികളോടൊപ്പം പോയിരിക്കുകയും സംസാരിക്കുകയും അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞാലി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കണ്ടെത്തുന്നതും ഈ പാലക്കുഴി തോടിനടുത്തെന്നാണ്. അതേസമയം പെലകുളി എന്ന് പറയുന്ന ഒരു കഥയിലേക്ക് വരുമ്പോൾ ഈ പാലക്കുഴി തോടിൽ നിന്നിൻ്റെ അറ്റത്ത് നിന്ന് അപ്പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന ഒരു കുളിക്കുളമുണ്ട്. ഇതേ കുളിക്കുളം തന്നെയാണ് പെലകുളി എന്ന കഥയിൽ കടന്നു വരുന്ന ആ കുളിക്കുളത്തിന് അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ആ കഥയിൽ സംഭവിക്കുന്ന മരണത്തിന് ആ കുളം സാക്ഷിയാവുന്നുണ്ട്. അതുപോലെ അവിടെയുള്ള ആ റെയിൽവേ സ്റ്റേഷൻ്റെ താഴെയുള്ള ഈ പാലക്കുഴി തോട്ടിലിരുന്നു കൊണ്ട് കണ്ണമ്മ നോക്കുമ്പോൾ കാണുന്ന അതേ റെയിൽപാളം തന്നെയാണ് ഒറവകുത്തി കഥയിൽ എൻ്റെ മനസ്സിലുള്ള തോമയുടെ അപ്പനും ഒരു പാളത്തിനപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന ഈ പ്രദേശം. അപ്പോൾ എത്ര എഴുതിയിട്ടും ഇവിടെ ഒരുപാട് കഥകളുണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ കുറച്ച് മനുഷ്യരെ വീണ്ടും അവിടെ ചേർത്ത് വെക്കണം, അവരിലൂടെ ഈ പ്രദേശത്തെയോ, അങ്ങനെയാണ് ഈ പ്രദേശങ്ങൾ കടന്നു വരുന്നത്. അവിടുത്തെ മനുഷ്യർ പൂർണ്ണമായിട്ട് നഗരത്തിലേക്ക് കടന്നവരാണെന്നോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഗ്രാമീണതയിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന മനുഷ്യരാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ പ്രദേശങ്ങളുടെ ഒരു സ്വാധീനം, അതിൽ നിന്ന് തന്നെയാണ് കഥകളെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഒരു കഥാപാത്രത്തെ വന്നു ചേരുമ്പോൾ, ആ കഥാപാത്രം കിട്ടുമ്പോൾ അതിനെ എവിടെ ചേർത്ത് വെച്ചാലാണ് കൂടുതൽ സൗന്ദര്യമുള്ളതാക്കാൻ പറ്റുക എന്ന് ആദ്യം ചിന്തിക്കും. പലയിടങ്ങളിൽ ചേർത്ത് വെച്ചിട്ടും പറ്റാതെ വരുമ്പോൾ വീണ്ടും എൻ്റെ കഥാപാത്രങ്ങൾ ചെന്നെത്തിപ്പെടുന്നത് ഈ ഒരു പ്രദേശത്തിൻ്റെ, ഞാൻ പറഞ്ഞ ഈ ഒരു പ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കാണ്. ഒരു പക്ഷേ ഈ ഒരു ചരിത്രം ചെറിയ കാലം മുതൽ നിരന്തരം കണ്ടു തുടങ്ങിയിട്ടുള്ള ഈ ഒരു സ്ഥലം എൻ്റെ മനസ്സിലിങ്ങനെ പതിഞ്ഞു പോയതുകൊണ്ട് അതിനെക്കുറിച്ച് വീണ്ടും നിരന്തരം അന്വേഷിക്കാൻ ശ്രമിച്ചത് കൊണ്ടോ ആണോ എന്നറിയില്ല. ഈ നഗരത്തിനും എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചാലക്കുടി എന്ന് പറയുന്ന ഒരു നഗരത്തിലേക്ക് എത്തിപ്പെടും മുമ്പും ആയിട്ടുള്ള, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഗ്രാമീണതയിൽ മാത്രം ഒതുങ്ങി ജീവിക്കാത്തത് ആയിട്ടുള്ള എൻ്റെ അതുപോലെ ആ ഒരു ചാലക്കുടി മാത്രമല്ല കേട്ടോ, അല്ലെങ്കിൽ ആ വിജയരാഘപുരം എന്ന് പറയുന്ന ആ ഒരു സ്ഥലം മാത്രമല്ല വരുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഞാൻ അങ്കമാലിയെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ അവിടെ വരുന്ന അങ്കമാലി പള്ളിയെക്കുറിച്ചിട്ടൊക്കെ പണ്ടാരത്തൊഴുത്ത് പോലുള്ള കഥകളിലെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് നഗരങ്ങളിലേക്ക് നഗരത്തിലേക്ക് എൻ്റെ കഥാപാത്രങ്ങൾക്കോ കഥയ്ക്കോ എത്തിപ്പെടേണ്ടുന്ന ഒരാവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്കുള്ള കഥകൾ നഗരവുമല്ല ഗ്രാമവുമല്ലാത്ത അവർ നടത്തുന്ന കലഹങ്ങളും അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ, എന്ത് സംഭവങ്ങളും ആയിക്കോട്ടെ, അതെല്ലാം ഇവിടെ തന്നെ നഗരത്തിനും ഗ്രാമത്തിനും ഇടയിൽ നിൽക്കുന്ന ഈ ഒരു പ്രദേശങ്ങളിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. അവരവിടെ തന്നെ ജീവിക്കട്ടെ, എക്കാലവും അവരവിടെ തന്നെ ജീവിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. മാറ്റിയെഴുതലുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മാറ്റങ്ങൾ അനിവാര്യമായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ആ കഥകൾ എവിടെ ചേർത്ത് വെക്കുമ്പോഴും അതിനൊരു സൗന്ദര്യമുള്ളതായി തോന്നുന്നത് ഇങ്ങനെയുള്ള പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു അരണ്ട വെളിച്ചത്തിലേക്ക് വെക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുന്നത്. ഏറ്റവും പുതിയ കാലത്ത് നിന്നുകൊണ്ട് തങ്ങളുടെ എഴുത്തിൽ എങ്ങനെ ദേശം ആവിഷ്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ് 3 പേരും പറഞ്ഞത്. നമുക്ക് ഒരു 5 മിനിറ്റ് ഓഡിയൻസിനുള്ള സമയമാണ്. പെട്ടെന്ന് ചോദ്യങ്ങളോ സംശയങ്ങളോ വിയോജിപ്പുകളോ എന്തും പറയാവുന്ന ഒരിടമാണ്. ജെൻസിയുടെ ദേശം എന്നുള്ള ജെൻസി എന്ന വാക്ക് എടുത്തു പറഞ്ഞതുകൊണ്ട് നമ്മുടെ ചർച്ച കൂടുതലും പ്രാദേശികതയിലേക്ക് ഊന്നിപ്പോയി. അതായത്
പുതിയ കാലഘട്ടത്തിലെ പ്രത്യേകിച്ച് ഒരു തലമുറയെ നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള എഴുത്തുകൾ കടന്നു വരേണ്ടത്. ഭാവുകത്വം വളരെ പ്രാദേശികമായിട്ടുള്ള ഭാവുകത്വത്തിലേക്ക് പരിണമിക്കുമ്പോഴും പുതിയൊരു തലമുറ, ആഗോളവൽക്കരണത്തിനൊക്കെ ശേഷം ഉണ്ടായി വന്ന നമ്മളൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു തലമുറ, അതിനേക്കാളും അപ്ഡേറ്റഡായി അവരുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലാവുന്ന തരത്തിലേക്കുള്ള, ഇപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എടുത്തു നോക്കിയാൽ പല വാക്കുകളും നമുക്ക് എന്താ അർത്ഥം പോലും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു ജനറേഷൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിൽ, എന്നാൽ അതേസമയം തന്നെ പ്രാദേശികതയെ കൂടി അതിലേക്ക് ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ ഉള്ള എഴുത്തുകൾ ഉണ്ടാകേണ്ടതില്ല. ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ മാതൃഭൂമിയുടെ അവാർഡ് വാങ്ങിയ, യുവ സാഹിത്യ പുരസ്കാരം വാങ്ങിയ അക്കൽബാരി എന്ന് പറഞ്ഞൊരു കഥ, അതിൽ വാട്സപ്പിലെ സന്ദേശങ്ങളൊക്കെ ഇങ്ങനെ അയക്കുന്നതിൽ ഒരു വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് അടിപൊളിയായി തോന്നി. അങ്ങനെയുള്ള എഴുത്തുകൾ കടന്നു വരേണ്ടതില്ല. അപ്പം അങ്ങനെ സ്വയം നവീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് ഇടപെടലാണ് പുതിയ എഴുത്തുകാരെന്നുള്ളത് നിങ്ങൾ അപ്ഡേറ്റഡ് ആവാൻ വേണ്ടി ശ്രമിക്കാറുള്ളതെന്നാണ് അറിയേണ്ടത്. അതിനകത്ത് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ എന്താണോ പ്ലോട്ട് അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഭൂമികയും എഴുത്തിൻ്റെ രീതിയും കണ്ടെത്തും എന്നുള്ളതാണ്. ഇപ്പോൾ ആൺകഴുതകളുടെ സാനഡു എന്ന് പറയുന്ന കഥ എഴുതുമ്പോൾ ആ സാനഡു എന്ന വാക്കിനെ, അതാണ് എൻ്റെ കഥയുടെ ഭൂമികയായിട്ട് വർക്ക് ചെയ്യുന്നത്. സാനഡു എന്നാൽ മാന്ത്രിക കൊട്ടാരം എന്നാണ്. മജീഷ്യൻ മാൻഡ്രേക്കിൻ്റെ കാമുകി നർദയുടെ കൊട്ടാരത്തിൻ്റെ പേര് സാനഡു എന്നാണ്. കുബ്ലാഖാൻ്റെ കൊട്ടാരത്തിൻ്റെ പേര് സാനഡു എന്നാണ്. മുൻ മന്ത്രിയായിരുന്ന KR ഗൗരിയമ്മയുടെ മന്ദിരത്തിൻ്റെ പേര് സാനഡു എന്നാണ്. അപ്പോൾ സാനഡു എന്ന വാക്കാണ് ആ കഥ. അപ്പോൾ ആ കഥ എഴുതണമെങ്കിൽ അതിൻ്റേതായ ഭാഷയും ഭൂമികയും കണ്ടെത്തേണ്ടതുണ്ട്. നേരെ മറിച്ച് പടച്ചോൻ്റെ ചിത്രപ്രദർശനം എഴുതുമ്പോൾ മരിച്ചുപോയൊരു പെൺകുട്ടി ഭൂമിയിൽ ജീവിച്ച് കൊതി തീരാത്തത് കൊണ്ട് അതിൻ്റെ ഉപ്പയെയും ഉമ്മയെയും കാണാൻ കാറ്റായും നക്ഷത്രമായും ഭൂമിയിലേക്ക് വരുന്നത് ആ കുട്ടിയെ മനസ്സിലാക്കുകയാണ്. ആ കുട്ടിയുടെ മരണത്തെ മറികടക്കാൻ അതിൻ്റെ ഉമ്മ ആ കുട്ടിയുടെ പാവയെ മരിച്ചുപോയ കുട്ടിയായിട്ട് വളർത്തുക എന്നുള്ളത്. ആ ഉമ്മ തീവ്രമായ മതഭക്തയാണ്. അവളുടെ എല്ലാ സങ്കടങ്ങളും, അസ്മാബി എന്ന് പറയുന്ന കഥാപാത്രം ഈ ഭക്തിയിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കഥ എഴുതുമ്പോൾ ഞാൻ ഭക്തനാണ്. സാനഡു എഴുതുന്ന സമയത്ത് ഞാനൊരു പോൺ അഡിക്റ്റാണ്. കാരണം അത് പോൺ അഡിക്ഷനെയും അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ സ്ലോലി എന്ന് പറയുന്ന കഥ ഞാൻ പറഞ്ഞു, അത് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് നടക്കുന്ന ഒരു ലവ് സ്റ്റോറിയാണ്. അതും സ്ലോലി എന്ന് പറയുന്ന ഒരു കത്ത് എഴുതുന്ന ആപ്പ് വഴി. ഷോഗോമാൻ സെക്കൻഡ് ഒരു നിയോനോയർ സിനിമ എന്ന് പറയുന്നത് നോവലൈറ്റിന് വെബ് സീരീസിൻ്റെ ഫോർമാറ്റാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഷോഗോമാൻ ടെലീരിയൻ എന്ന് പറയുന്ന ഒരു വിപ്ലവകാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം വർത്തമാനകാല ഇന്ത്യയിൽ സംഭവിക്കുകയാണെങ്കിൽ എങ്ങനെയെന്നുള്ള അന്വേഷണമാണ്. അങ്ങനെ വരുമ്പോൾ അതിന് ഷോഗോമാൻ്റെ ഭാഷയാണ് ഉണ്ടാവേണ്ടത്. അതൊരു അസാസിൻ്റെയാണ്. അസാസിൻ എന്ന് പറഞ്ഞാൽ ചില്ലറ അസാസിനല്ല, യുവ തുർക്കികളിൽ ഒരാളായ തലത്ത് ഭാഷയെ വധിക്കുകയും അതിന് പിന്നെ ഇപ്പോൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു ശിക്ഷാവിധി ഉണ്ടാവും. പ്രതിക്ക് എതിരെയുള്ള കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു, എന്നാൽ പ്രതി ശിക്ഷാർഹനല്ല, വെറുതെ വിട്ടിരിക്കുന്നു. സിനിമയിൽ നായകനെ വെറുതെ വിടുന്ന പോലെ ലോക ചരിത്രത്തിൽ ഒരു കുറ്റവാളിയെ വെറുതെ വിട്ടിട്ടുണ്ട്, ഷോഗോമാൻ ടെലീരിയൻ. ആ വിധിന്യായമാണ് പിന്നെ കഥ എഴുതാൻ പ്രേരിപ്പിക്കുന്നത്. അത് സജി മാർക്കോസിൻ്റെ ഒരു വീഡിയോ ട്രൂ കോപ്പി തിങ്കിൽ വന്നതാണ്. അത് കണ്ടതുകൊണ്ടാണ് ഞാൻ കഥ എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഷ പിന്നെ സജി മാർക്കോസിൻ്റെ കൂടിയാണ്. ഇത് പരസ്പരം കടമെടുത്തും വായിച്ചും അന്വേഷിച്ചും നമ്മൾ ടെക്നോളജിക്കും കാലത്തിനും അനുസരിച്ച് മാറുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാനുള്ളത്. എന്തായാലും സമയം ചർച്ചകളിലൂടെ അവസാനിക്കുന്നില്ല, പക്ഷേ നമുക്ക് സമയമില്ലാത്തതിനാൽ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഒരു ദേശത്തെ എഴുതുക എന്ന് പറയുന്നത് മനുഷ്യരെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്, ഭാഷയെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്, ചരിത്രത്തെ, ദർശനത്തെ, രാഷ്ട്രീയത്തെ, ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായും അത്തരം എഴുത്തുകൾ, ദേശമെഴുത്തുകൾ, മനുഷ്യരെക്കുറിച്ചുള്ള എഴുത്തുകൾ നിരന്തരമായി സംഭവിക്കട്ടെ, നിരന്തരമായ ചർച്ചകൾ നടക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.